എന്താ നിന്റെ മുഖം വല്ലാതിരിക്കണേ? അയാൾ വല്ലതും പറഞ്ഞോ? ഇന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. നിങ്ങൾ വെറുതെ പൊല്ലാപ്പിനൊന്നും പോവണ്ട, അല്ലെങ്കിൽ നമ്മുടെ സമയം മോശം. അതുകൊണ്ട് അയാളൊരു എസ് ഐ അല്ലേ, വെറുതെ കള്ളക്കേസിൽ കൊടുക്കും. ഓഫീസിൽ പോകാൻ സമയമില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിന്റെ ഒരു ഗതികേട്. എങ്ങനെ ശല്യമൊന്ന്. അവക്കാട് വേറെ വിഷമം. ഡോക്ടർ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാന്ന്. ഇനി ദൈവം തന്നെ വിചാരിക്കണം. എന്തായാലും എല്ലാ സന്തോഷവും പോയി. അതിനിടയ്ക്ക് ആ എസ് ഐയെ കൊണ്ടുള്ള ശല്യം വേറെയും. തനിക്ക് ആ DYSPക്ക് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തുവിടും. പലതവണ വിചാരിച്ചതാ, പക്ഷേ പിന്നീട് തോന്നി അത് അയാൾക്ക് കൂടുതൽ വൈരാഗ്യം തോന്നിപ്പിക്കല്ലേ ഉള്ളൂ. ആ, അപ്പം ഇനി എന്താ ചെയ്യുക? എന്തായാലും ഞാൻ പോട്ടെ, ലേറ്റായി. കാണാം. ശരി, കാണാം. അയ്യാ, നല്ല രാശിയുള്ള മുഖം, പക്ഷേ ഉള്ളിൽ മുഴുവൻ സങ്കടമാണ്. എന്ത് സങ്കടം? കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടം. പക്ഷേ ഉടനെ ഉണ്ടാവും. കൃത്യസമയം കൈനോക്കി പറയാം. വന്നാട്ടെ സാറേ. തന്നാട്ടെ. അയ്യാ, ഒരു സന്തോഷ വർത്താനം പറയാം, പക്ഷേ 200 രൂപ തരണം. അത്രമാത്രം സന്തോഷമുള്ള വാർത്തയാണെങ്കിൽ 300 രൂപ തരാടോ. അയ്യാ, നിങ്ങളുടെ കഷ്ടകാലം തീരാൻ പോകുന്നു. നിങ്ങൾക്ക് സുന്ദരനായ ഒരു ആൺകുട്ടി പിറക്കും. ആ ആൺകുട്ടി ഒരു പോലീസ് ഓഫീസറായി നിങ്ങളുടെ പ്രദേശം മുഴുവൻ ഭരിക്കും. അയ്യോ, പക്ഷെ അയ്യാ, ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 5 വർഷം കഴിയണം. അയ്യോ സാർ, പൈസ. താൻ വെച്ചോ. പരമേശ്വര, ഇതുപോലത്തെ ഒരു ഈരനം കൂടെ ഇന്ന് എനിക്ക് കിട്ടണേ. വിളിച്ചാലോ? സീതേ, നീ എന്തെടുക്കുവാടി? നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ വിട്ടിപ്പോ വേറെ എങ്ങോട്ട് പോവാനാ? ഓ, എന്നാ നീ ഇപ്പൊ വേഗം കുളിച്ച് റെഡി ആയിട്ട് നിന്നോ. എവിടേക്ക് പോവാനാ? എവിടേക്കും അല്ലടി, ഞാനിപ്പോ എത്തും. നീ അടുത്ത വീട്ടിലേക്കൊന്നും പോരുതട്ടാ. സ്റ്റാർട്ടാവില്ല. ചെക്കിങ്, പോലീസ് ഉണ്ട്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ
എന്റെ പൊന്നു മോനെ എന്തിനാ? കൊടൊന്നും എനിക്ക് തരൂ. എന്റെ ഞാൻ മോളെ നാളെ കൊണ്ട് ഇവിടുത്തെ പോയാ കടയിൽ കൊടുത്ത് വീട്ടിൽ താഴ്ന്നു. Please, ചാവി. എന്തിനാ മോനെ? ദൈവമേ, എല്ലാം കഴിയുമോ? ശ്ശോ. ഓ, ദൈവമേ. സാധാരണ യാഗം കഴിഞ്ഞിട്ടാ മഴ പെയ്യാറ്. ഇതിപ്പോ ഇനിയിപ്പോ സാരമില്ല, ഇത്തിരി തണുപ്പൊക്കെ നല്ലതാ. ഇല്ലേ, പെട്രോളും ഇല്ല. ഛെ. ഓ, ദൈവമേ, എന്നോട് എന്തിനായി കടുങ്കൈ? എന്തു പറ്റിയേട്ടാ? എന്റെ മോനെ ഇടിവെട്ടവനെ പാമ്പ് അടിച്ച പോലായി. എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തണം. പെട്രോളും തീർന്നു ചേട്ടൻ്റെ പോയി. വീട് എവിടെയാ? മോനെ ഇവിടെ തൊട്ടടുത്താ. എന്നാ ഞാൻ ആക്കി തരാം. ഓക്കെ പിന്നെ, താങ്ക് യു. മോനെ വലത്തോട്ട് വലത്തോട്ട്. എത്രയോ? മോനെ ഈ റൈറ്റിൽ കൂടി തിരിഞ്ഞ് കുറച്ച് കുറേ ആയല്ലോ. അവിടെ അടുത്താ. നീ ഈ റൈറ്റിൽ കൂടി മോനെ വേഗം വേഗം. ഓക്കെ. ചേട്ടാ ഇനി എങ്ങോട്ടാ? മോനെ നിങ്ങോട്ട് കുറച്ചുകൂടെ പോയിട്ട് അപ്പുറത്ത് കുറച്ച് കുറച്ച് കുറച്ച്. ഓക്കെ, വേഗം വിട്ടു. നേരെ നേരെ. ചേട്ടാ ഇറങ്ങി മോനെ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. മോനെ, ചേട്ടാ ഇറങ്ങ. ആളെ മെനക്കെടുത്തേ. ചേട്ടാ ഇറങ്ങ്. സമയമില്ലേട്ടാ ഇറങ്ങ്. ആളെ മെനക്കെടുത്തേ. പൂജാകർമ്മത്തിന് പോകണം മോനെ, സമയത്തിനെത്തണം. എനിക്ക് പോണം. മോനെ. ചേട്ടാ ഇറങ്ങാൻ അല്ല പറഞ്ഞില്ലേ? മോനെ. എനിക്ക് പോണെന്ന്. ഒരു അരമണിക്കൂർ ഇറങ്ങട്ടോ. മോനെ. ഇറങ്ങടോ. കൂപ്പിലെ ആൾക്കാര് ആളെ മെനക്കെടുത്താനാട്ടോ. തിന്നു കൊഴുത്താണ് ഇരിക്കണത്. എന്നിട്ടും നിന്റെ നാട്ടുകാരെ പരിഗണത്തിലടാ. നിക്കടാ.
അച്ഛാ അച്ഛാ ഉം, ഉം. അയ്യോ എന്റെ മോനെ. അയ്യോ സീതേ, 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 ഒന്ന് നീ വേഗം വാ. സീതേ, ഒന്ന് വാ. സീതേ, വേഗം വാ മോളെ. എന്താ എന്താ പറ്റിയത്? ഒന്ന് പാട്ടി നീ. എടി എടി മോളെ, എടി ഇന്നാടി നമ്മുടെ യഥാർത്ഥ ആദ്യ രാത്രി. അയ്യടാ, നീ ഇങ്ങോട്ട് വാടി, നീ ഇങ്ങോട്ട് വന്നേ. അല്ലാത്ത സമയത്ത് പോത്ത് പോലെ കിടന്നു. ഇപ്പൊ പാടില്ലാത്തപ്പോഴാ. എന്താ എന്താ നിങ്ങക്ക് പറ്റിയത്? കേട്ടില്ലേടി എന്റെ പോലീസ് ഓഫീസർ നടന്ന് കരയണത്?